നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൽ നമ്മൾ സംതൃപ്തരാണോ എന്നുള്ളതാണ്. നമ്മളിൽ ഭൂരിപക്ഷം പേരും ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചവരാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചു, സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിച്ച് ജീവിക്കുന്നവരാണ്. അല്ലാത്തവരാകണമെങ്കിൽ നമുക്ക് 50 വയസ്സിൽ കൂടുതലാണല്ലോ. അപ്പോൾ സ്വതന്ത്രമില്ലാത്തൊരവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊരു കൊച്ചുകുട്ടിയോട് ഭാവിയിൽ എന്താകണമെന്ന് ചോദിച്ചാൽ എൻജിനീയർ ആകണം, ഡോക്ടർ ആകണം, പൈലറ്റ് ആകണം, പട്ടാളക്കാരനാകണം എന്നൊക്കെ പറയുമ്പോൾ പാലസ്തീനിലെ ഒരു കുട്ടിയോടാണ് ചോദിക്കണമെങ്കിൽ പറയുന്ന ഉത്തരം ജീവിച്ചിരിക്കണമെന്ന്. ഭാവിയിൽ നിങ്ങൾക്ക് എന്തായിത്തീരണമെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ഭാവിയിലൊന്ന് ജീവിച്ചിരുന്നാൽ മതി എന്നാണ്. അപ്പം ലോകത്ത് പല ഭാഗത്തും ഇപ്പോഴും ഒന്ന് ജീവിച്ചിരുന്നാൽ മതി എന്നത് വലിയ കാര്യമായി കരുതുന്ന ആളുകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ത്യയിലെ യുവജനങ്ങളാകെ അസ്വസ്ഥരാണ്. അക്കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാകും? എനിക്ക് തോന്നുന്നില്ല. നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം വരുന്നുണ്ട്. താടി വളർത്തി, ടീഷർട്ട് ഇട്ട്, രാഷ്ട്രീയക്കാരൻ്റെ യാതൊരു ലുക്കുമില്ലാതെ, സലീം കുമാർ ഒരു സിനിമ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിയാണ്, കാണാനൊരു ലുക്കില്ലാതെ, അങ്ങനെയുള്ള ഒരു മുഖം. അഭിഷേക് ദീപ്കെ, നമ്മുടെ മനസ്സുകളിൽ നിന്ന് ആ പേര് പോയിട്ടില്ല അല്ലേ? ഇന്ത്യൻ യുവത്വത്തിൻ്റെ ഒരു വലിയ മൂവ്മെൻറ്റ് ഭരണകൂടത്തെ തിരുത്താൻ പറ്റി, രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റാത്തത്. ഇത് തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ഏറ്റവും പ്രധാന പാഠം. അവിടെ ചരിത്രത്തിൻ്റെ ഒരു തനി ആവർത്തനമാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 ആഹ്വാനം, പൂർണ്ണ സ്വരാജ്, ഇത് ഇന്ത്യൻ യുവാക്കൾ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വലിയ ഒരു പിന്നോട്ട് പോകേണ്ട ഒരുപാട് നാളത്തെ കാര്യങ്ങളുണ്ടാവില്ലേ. മംഗൾ പാണ്ഡെ തുടങ്ങി വെച്ച 1857 ഒന്നാം ശിപ്പായി തൊട്ട് ഇങ്ങോട്ട് ദേശീയ പ്രസ്ഥാനമൊക്കെ ഇങ്ങനെ വരുമ്പോഴും അതിൻ്റെ ഒരു അത്യുന്നതയിലെത്തി എന്ന് പറയുന്നത് ഈ ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചേക്കെന്ന് പറയുന്നത് യുവജനങ്ങളാണ്. 1942 ഓഗസ്റ്റ് 9 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ബ്രിട്ടീഷുകാരനെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ അരുണ സഫലി തുടങ്ങി വെച്ച വലിയ വെടിമരുന്ന്, ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ആ തീവ്രത അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ബ്രിട്ടീഷ് സൈനികർ സഞ്ചരിച്ച തീവണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് തൂക്കിലേറ്റിയ ഹേമു കലാണി എന്ന വിദ്യാർത്ഥിക്ക് വയസ്സ് 19 ആയിരുന്നു. 22കാരിയായ ഉഷാ മേനോനാണ് അന്ന് നേതാക്കളുടെ ലഘുലേഖകളൊക്കെ വിതരണം ചെയ്ത് അത് പ്രചരിപ്പിക്കുന്നത്. അന്ന് വാട്സപ്പും ഇൻസ്റ്റയും ഇല്ലല്ലോ, ഒരു തോണ്ടലിൽ അയക്കാൻ വേണ്ടി. അങ്ങനെ എത്ര ധീര നക്ഷത്രങ്ങൾ നമ്മൾ ഇന്നും കേട്ടറിയുന്നതും ചരിത്രത്തിൻ്റെ താളുകളിൽ സ്ഥാനം പിടിക്കാത്തവരുമായിട്ടുള്ളത്. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് തമ്മിൽ നമ്മൾ താരതമ്യപ്പെടണം. ഇന്ത്യൻ യുവാക്കളുടെ ഇന്നത്തെ സമരവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ആ പോരാട്ടവും. ഇതിൽ നമ്മൾ കാണുന്ന ഒരു സമാനത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ എങ്ങനെ പേടിച്ചിരുന്നോ അതേപോലെയാണ് ഇന്നത്തെ
ഇന്ത്യൻ ഭരണാധികാരികൾ രാജ്യത്തെ ജനങ്ങളും യുവാക്കളും ഒന്നിക്കുന്നതിനെ ഭയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ പോരാട്ടത്തിലെ ആ ധീരന്മാരുടെ ചോര തന്നെയാണ് പാറ്റാ സമരക്കാരുടെ സിരകളിൽ ഒഴുകുന്നത്. ഇവിടെ പ്രശ്നം, നമ്മുടെ രാജ്യത്തൊരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ ആളുകൾ പറയും പിന്നെ ഇതൊക്കെ വല്ലതും നടക്കും. ഒരാൾ വിചാരിച്ച വല്ലതും നടക്കും, ഒരാൾ വിചാരിച്ച തീർച്ചയായിട്ടും നടക്കും. ഒരാൾ വിചാരിക്കുമ്പോഴാണല്ലോ യുദ്ധം തുടങ്ങുന്നത്, ഒരാൾ വിചാരിക്കുമ്പോഴാണല്ലോ യുദ്ധം അവസാനിക്കുന്നത്. അപ്പം നമ്മളൊരു അഭിഷേക് ദീപ്കെ അല്ലെങ്കിൽ അതേപോലെ കുറച്ച് ആൾക്കാർ, ഇത്തരം ആളുകളുടെ മൂവ്മെന്റിലൂടെ നമുക്ക് ഇത്രയും ഭരണകൂടങ്ങളെ തിരുത്താൻ പറ്റിയില്ലേ? അപ്പൊ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ഭരണയന്ത്രം തിരിക്കുന്നവർക്ക് ഈ ഭരണം ഉണ്ടാകേണ്ടത് ഈ രാജ്യത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവർക്ക് കൂടിയാണെന്ന് ഭരിക്കുന്നവർക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റണം. ഓരോ ഇന്ത്യക്കാരനും തോന്നണം ഈ ഭരണം എനിക്ക് കൂടി വേണ്ടിയാണെന്നുള്ളത്. അങ്ങനെ ഒരു സംതൃപ്തമായ ഇന്ത്യ ഉണ്ടാകണം. അതാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ഭരണകർത്താക്കൾ ഉണ്ടാവുന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഒരു സംതൃപ്തമായ ഇന്ത്യ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും.